ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിലെ ബ്രസീലിയൻ താരങ്ങളുടെ സാന്നിധ്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്. 4 ബ്രസീലിയൻ ക്ലബ്ബുകളാണ് പങ്കെടുത്തിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ താരങ്ങൾ ഉണ്ടായിരുന്നത് ബ്രസീലിൽ നിന്നാണ്. അതുപോലെ തന്നെ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റവും കൂടുതൽ താരങ്ങൾ പങ്കെടുക്കുന്നത് ബ്രസീലിൽ നിന്നാണ്. 45 താരങ്ങൾ ഉണ്ട്. ക്വാർട്ടറിലേക്ക് യോഗ്യത നേടിയ 8 ടീമുകളിൽ 7 ടീമുകളിലും ബ്രസീലിയൻ താരങ്ങളുടെ സാന്നിധ്യമുണ്ട്. ബയേൺ മാത്രമാണ് ഇതിൽ നിന്നും വിഭിന്നമായി കൊണ്ട് നിലകൊള്ളുന്നത്. ഇപ്പോഴിതാ മറ്റൊരു കണക്ക് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട്. അതായത് ഈ ക്ലബ്ബ് വേൾഡ് കപ്പിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ താരങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു കണക്കാണ് പുറത്തേക്ക് വന്നിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയിട്ടുള്ളത് ബ്രസീലിൽ നിന്നുള്ള താരങ്ങൾ തന്നെയാണ്. 24 ഗോളുകളാണ് ബ്രസീലിയൻ താരങ്ങൾ നേടിയിട്ടുള്ളത്. നമുക്കറിയാം മാർക്കോസ് ലിയനാർഡോയൊക്കെ മികച്ച ഫോമിലാണ് കളിക്കുന്നത്. അൽ ഹിലാലിന് വേണ്ടി 3 ഗോളുകൾ നേടിയിട്ടുള്ള ബ്രസീലിയൻ താരമാണ് ലിയനാർഡോ. ഇനി രണ്ടാം സ്ഥാനത്ത് വരുന്നത് അർജന്റീനയാണ്. 21 ഗോളുകൾ അർജന്റീൻ താരങ്ങൾ ഈ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നേടി എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ല എന്നുള്ളതാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. ഡിമരിയയെ എടുത്തു പറയേണ്ടതുണ്ട്. 4 ഗോളുകൾ നേടിക്കൊണ്ട് ഒന്നാമത് ഡിമരിയയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇനി മൂന്നാം സ്ഥാനത്ത് ഇംഗ്ലണ്ട് വരുന്നു 13 ഗോളുകൾ. നാലാം സ്ഥാനത്ത് ഫ്രാൻസ് വരുന്നു 12 ഗോളുകൾ. അതുപോലെ തന്നെ പോർച്ചുഗലും അവിടെയുണ്ട് 12 ഗോളുകൾ. ജർമ്മനി 9 ഗോളുകളുമായി 6-ാം സ്ഥാനത്തുണ്ട്. അതുപോലെ തന്നെ 8 ഗോളുകളുമായി സ്പെയിൻ 7-ാം സ്ഥാനത്തുണ്ട്. ഇങ്ങനെയാണ് കണക്കുകൾ വരുന്നത്. അർജന്റീനയും ബ്രസീലും തമ്മിലുള്ള ഒരു പോരാട്ടമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക. ഏതായാലും ക്വാർട്ടർ ഫൈനലിൽ വിജയിച്ചുകൊണ്ട് ഏതൊക്കെ ടീമുകൾ സെമി ഫൈനലിലേക്ക് മുന്നേറും എന്നുള്ളതാണ് ഇനി ഫുട്ബോൾ ആരാധകർക്ക് അറിയേണ്ടത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.